നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചർച്ചകൾക്ക് തയ്യാറെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ ആക്രമണത്തിന് കോപ്പുകൂട്ടുകയാണോ? ഇസ്രയേലിന് നേരെ ഒരടിക്ക് IRGC പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളിൽ കണ്ട കാഴ്ച യുഎസിനെ ഞെട്ടിച്ചു. ഇസ്രയേലിന്റെ നിരന്തര അടിയിൽ ടെഹ്റാൻ താറുമാറായി കിടക്കുകയാണ്. തകർന്ന പ്രദേശങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് പകരം ഇറാൻ റവല്യൂഷണറി ഗാർഡ് ചില കേന്ദ്രങ്ങളിൽ തിരക്കിട്ട പണികളാണ് നടത്തുന്നത്. US ഇസ്രയേൽ ആക്രമണത്തിൽ ഭൂഗർഭ താവളങ്ങളിൽ കുടുങ്ങിപ്പോയ മിസൈൽ ലോഞ്ചറുകൾ പുറത്തെടുക്കാൻ ഇറാൻ നീക്കം നടത്തുന്നു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലയളവ് സ്വയം ശക്തരാകാൻ പ്രയോജനപ്പെടുത്തുകയാണ് ഇറാൻ. സമാധാന ചർച്ചകൾ ഒരു വഴിക്ക് പുരോഗമിക്കുമ്പോഴും ഇറാൻ സൈനിക താവളങ്ങളിൽ അസാധാരണമായ നീക്കങ്ങൾ നടത്തുന്നതായിട്ടാണ് വിവരം. തബ്രീസിലെയും ഖൊമൈനിയിലെയും സൈനിക താവളങ്ങളിൽ നിന്ന് ട്രക്കുകളിൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കങ്ങൾ ആരംഭിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. മിസൈലുകൾ വിക്ഷേപിക്കുന്നത് തടയാനായി ഇസ്രയേലും USഉം ചേർന്ന് തകർത്ത താവളങ്ങളുടെ കവാടങ്ങൾ തുറക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ താവളങ്ങളുടെ പ്രവേശന കവാടങ്ങൾ ബോംബ് ആക്രമണത്തിൽ തകർന്ന് മണ്ണും കല്ലും മൂടിക്കിടക്കുകയാണ്. ഇവ നീക്കം ചെയ്യുന്നതിലൂടെ ഭൂഗർഭ അറകളിൽ സുരക്ഷിതമായിരിക്കുന്ന മിസൈലുകൾ വിന്യസിക്കാൻ കഴിയുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ഇറാന്റെ മിസൈൽ പദ്ധതി പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നും രാജ്യം വർഷങ്ങളോളം സൈനികമായി നിഷ്ക്രിയമായെന്നും പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സത്ത് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വിവരങ്ങൾ. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ ആയുധശേഷി നശിപ്പിച്ചു എന്നായിരുന്നു US നിലപാട്. എന്നാൽ ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകൾ പുറത്തെടുത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി ഇറാൻ വീണ്ടും സജ്ജമാകുമെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറല്ല, അതിന് അനുവദിക്കുകയുമില്ല. ഇറാൻ ഈ കാലയളവ് ആയുധം ശേഖരിക്കാൻ വിനിയോഗിക്കുമെന്ന് മൊസാദും IDFും തീവ്ര വലതുപക്ഷവും വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ വെടിനിർത്തൽ കരാർ ഒരു കാരണവശാലും ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിക്കരുതെന്നും തീവ്ര ജൂത പക്ഷക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ട്രംപുമായി ചേർന്ന് ആ കരാറിന് ബെഞ്ചമിൻ നെതന്യാഹുവും തലയാട്ടുകയായിരുന്നു. പക്ഷേ മൊസാദും IDFും ഒക്കെ പറഞ്ഞതെന്താണോ അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ വീണ്ടും ശക്തരാകാൻ ശ്രമിക്കുകയാണ്. ആക്രമണത്തിൽ തകർന്ന രാജ്യം നന്നാക്കാനോ ജനത്തെ സുരക്ഷിതരാക്കാനോ അല്ല, മിസൈൽ ലോഞ്ചറുകൾ നന്നാക്കാനും ആയുധം സ്വരുക്കൂട്ടാനുമാണ് ഇറാൻ നീക്കം നടത്തുന്നത്. ഇതുവരെ 2ാം ഘട്ട സമാധാന ചർച്ചയ്ക്ക് ഔദ്യോഗികമായി നിലപാട് അറിയിച്ചിട്ടില്ലാത്ത ഇറാൻ നിശബ്ദമായി മറ്റു പല പണികൾ നടത്തുകയാണ്. IRGC ആണ് തകർക്കപ്പെട്ട ആയുധ മിസൈൽ കേന്ദ്രങ്ങൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. താൽക്കാലിക വെടിനിർത്തലിനിടെ ഇറാൻ ഭൂഗർഭ മിസൈൽ ബേസുകൾ വീണ്ടും തുറക്കുന്നതാണ് ഉപഗ്രഹ ചിത്രങ്ങളിലും വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നത്. നിരന്തരമായ ആക്രമണങ്ങൾക്കിടയിലും ഇത്തരം കേന്ദ്രങ്ങൾ ഇറാൻ പുനരാരംഭിക്കുന്നതായി ഡെയിലി മെയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 6 ആഴ്ചകളോളം നീണ്ട കനത്ത ബോംബ് ആക്രമണത്തിലൂടെ മിസൈൽ ബേസുകൾ പിളരുകയും പാതാളത്തിലേക്ക് ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിലയിടങ്ങളിൽ IRGC അറ്റകുറ്റപ്പണികൾ തുടങ്ങുകയും ചെയ്തിരുന്നു. അതായത് മിസൈൽ ബേസുകൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി. USന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഇറാൻ ഇപ്പോഴും ഒരു വലിയ മിസൈൽ ശേഖരം നിലനിർത്തുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കേന്ദ്രങ്ങളിൽ ചിലത് ഗ്രാനൈറ്റ് പർവ്വതങ്ങൾക്കുള്ളിലായി നിർമ്മിച്ചിരിക്കുന്നതിനാൽ സാധാരണ ബങ്കർ തകർക്കുന്ന ആയുധങ്ങളെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയും. ഈ ഭൂഗർഭ ശൃംഖലകളിൽ സംഭരണ സ്ഥലങ്ങൾ, വിക്ഷേപണ കേന്ദ്രങ്ങൾ, മറഞ്ഞിരിക്കുന്ന പുറത്തു കടക്കാനുള്ള വഴികൾ എന്നിവ ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ ഇറാൻ മൊബൈൽ ലോഞ്ച് സംവിധാനങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. അവ വേഗത്തിൽ വിന്യസിക്കാനും പിൻവലിക്കാനും കഴിയും. ഇതവയെ കണ്ടെത്താനും നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു. നിരവധി മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിക്കപ്പെട്ടതായി US ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇറാൻ വ്യാജമായ വിക്ഷേപണ സംവിധാനങ്ങളും മറഞ്ഞിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിനാൽ കൃത്യമായ പരിശോധനയോ വിലയിരുത്തലോ ബുദ്ധിമുട്ടാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രാരംഭ തലത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപണങ്ങൾ കുറഞ്ഞെങ്കിലും അവ ഇപ്പോഴും തുടരുന്നുണ്ട്. ഡസൻ കണക്കിന് മിസൈലുകൾ ഇടയ്ക്കിടെ വിക്ഷേപിക്കുന്നുണ്ട്. ഇറാൻ ദിവസവും 50 മുതൽ 100 വരെ ഡ്രോണുകൾ മേഖലയിലുടനീളം വിന്യസിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും തടയപ്പെടുന്നുണ്ട്.
ദീർഘകാല സംഘർഷം നിലനിർത്താനും യുദ്ധാനന്തര ചർച്ചകളിൽ സ്വാധീനം ചെലുത്താനും പ്രധാനപ്പെട്ട മിസൈൽ ശേഷികൾ സംരക്ഷിക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. വളരെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ ആവർത്തിച്ചുള്ള കൃത്യമായ ആക്രമണങ്ങളും തുടർച്ചയായ പ്രവർത്തനങ്ങളും ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളുടെ വിപുലമായ ശൃംഖല കണക്കിലെടുക്കുമ്പോൾ. പർവ്വത പ്രദേശങ്ങളുടെ ഉപയോഗം കൂടുതൽ സംരക്ഷണം നൽകുന്നു. കട്ടിയുള്ള പാറകളുടെ പ്രതിരോധം ശക്തമായ പരമ്പരാഗത ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെ ഗണ്യമായി കുറയ്ക്കുന്നു. ഇറാന്റെ വിശാലമായ ഭൂമിശാസ്ത്രവും മറഞ്ഞിരിക്കുന്ന മിസൈൽ നഗരങ്ങളുടെ ശൃംഖലയുടെയും ഫലമായി അവശേഷിക്കുന്ന ലോഞ്ച് സംവിധാനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് കാര്യമായ ഫലം ലഭിക്കില്ല എന്ന് സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. US വ്യോമാധിപത്യം നിലനിർത്തുന്നുണ്ടെങ്കിലും ഇറാന്റെ ശേഷികൾ പൂർണ്ണമായി നിർവീര്യമാക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ മിസൈൽ നഗരങ്ങൾ ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവയാണ്. അവ തകർത്തെറിയാൻ തലങ്ങും വിലങ്ങും കയറി അടിച്ചിരുന്നു ജൂതപ്പട. ഇറാന്റെ മിസൈൽ നഗരങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ സംഭരിക്കാനും തയ്യാറാക്കാനും വിക്ഷേപിക്കാനും വേണ്ടി നിർമ്മിച്ച രഹസ്യ ഭൂഗർഭ സൈനിക താവളങ്ങളുടെ ഒരു ശൃംഖലയാണ്. രാജ്യത്തിന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും അസാധാരണ അതീവ സുരക്ഷയുള്ള കേന്ദ്രങ്ങളാണ് ഇവ. പർവ്വതങ്ങൾക്കും മരുഭൂമികൾക്കും അടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ താവളങ്ങളുടെ ലക്ഷ്യം ഒരു യുദ്ധമുണ്ടായാൽ വ്യോമ താവളങ്ങളോ മറ്റ് സൈനിക കേന്ദ്രങ്ങളോ തകർക്കപ്പെട്ടാലും മിസൈൽ വിക്ഷേപിക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ്. മിസൈൽ നഗരങ്ങളുടെ പ്രധാന നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനും അതിൻ്റെ എയ്റോസ്പേസ് സേനയ്ക്കുമാണ്. കെർമാൻഷാ, സെംനാൻ പ്രവിശ്യകൾ, പേർഷ്യൻ ഉൾക്കടൽ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ ഇറാനിലെ പല ഭാഗങ്ങളിലും ഇത്തരം ഭൂഗർഭ സമുച്ചയങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. തുരങ്കങ്ങളും സംഭരണശാലകളും വിക്ഷേപണ കേന്ദ്രങ്ങളും അടങ്ങുന്ന വലിയ ഭൂഗർഭ സമുച്ചയമാണ് ഒരു മിസൈൽ നഗരം എന്ന് പറയുന്നത്. വ്യോമാക്രമണങ്ങളിൽ നിന്നും ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള ബോംബറുകളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായി പാറ തുരന്നുണ്ടാക്കിയ ഈ തുരങ്കങ്ങളിൽ ചിലതിന് 500 മീറ്റർ വരെ ആഴമുണ്ടത്രേ. ഈ കേന്ദ്രങ്ങൾക്കുള്ളിൽ മിസൈലുകൾ സംഭരിക്കുകയും കൂട്ടിയോജിപ്പിക്കുകയും വിക്ഷേപണത്തിന് തയ്യാറാക്കുകയും ചെയ്യുന്ന വിവിധ ഭാഗങ്ങളെ നീളമേറിയ ഇടനാഴികൾ ബന്ധിപ്പിക്കുന്നുണ്ട്. മിസൈലുകൾ വഹിക്കുന്ന ട്രക്കുകൾക്ക് ഈ തുരങ്കങ്ങളിലൂടെ സഞ്ചരിച്ച് പർവ്വത ചെരുവുകളിലോ മരുഭൂമിയിലോ മറഞ്ഞിരിക്കുന്ന വിക്ഷേപണ കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകളെ എത്തിക്കാം. പല മിസൈൽ നഗരങ്ങളും സ്വയം പര്യാപ്തമായ ഭൂഗർഭ താവളങ്ങൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ കമാൻഡ് സെന്ററുകൾ, ഇന്ധന സംഭരണശാലകൾ, ഊർജ്ജ സംവിധാനങ്ങൾ, സൈനികർക്കുള്ള താമസ സൗകര്യം എന്നിവയെല്ലാം ഉണ്ട്. സംഭരണ അറകളിൽ നിന്ന് വിക്ഷേപണ കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ നീക്കുന്നതിനായി റെയിൽ പാളങ്ങളോ യാന്ത്രിക സംവിധാനങ്ങളോ ഈ താവളങ്ങളിൽ ഉണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു വലിയ ശക്തി കേന്ദ്രമാണ് ഈ ഭൂഗർഭ അറകൾ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആക്രമിക്കാൻ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത്. എന്നാൽ ഇനിയും ഒരുപാട് കേന്ദ്രങ്ങൾ ഇതുപോലെ ഇറാനിൽ ഉടനീളമുണ്ട്, പ്രത്യേകിച്ച് പർവ്വതങ്ങൾക്കടിയിലും പർവ്വത മേഖലകളിലും ഒക്കെയായിട്ട്. ഈ കേന്ദ്രങ്ങളെല്ലാം തച്ചു തകർക്കേണ്ടത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആവശ്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴിക്കൂടെ അറബ് രാജ്യങ്ങൾ വലിയ നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടവും സമാധാന കരാറിലെത്താൻ തയ്യാറാണ്. എന്നാൽ ഇടഞ്ഞു നിൽക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡാണ്. ട്രംപിനെ നിരന്തരം കയറി തോണ്ടുകയാണ് IRGC. ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് ഇറാൻ പുറത്തുവിട്ട പ്രൊപ്പഗാൻഡ വീഡിയോ ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ്. യേശു ക്രിസ്തു ട്രംപിനെ നരകത്തിലെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. താജിക്കിസ്ഥാനിലെ ഇറാൻ എംബസിയാണ് കഴിഞ്ഞ ബുധനാഴ്ച ഈ വിവാദ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. നിങ്ങളുടെ വിധി ദിനം എത്തിക്കഴിഞ്ഞു എന്ന ഒരു കുറിപ്പും ചേർത്തിരുന്നു ഇതിനോടൊപ്പം. ഇതിന് പിന്നാലെ യേശു ക്രിസ്തു ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയും ട്രംപിനെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട്. രക്തം വാർന്ന് നിലവിളിച്ചുകൊണ്ട് ട്രംപ് നരകത്തിലേക്ക് പതിക്കുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം. ട്രംപും കത്തോലിക്ക സഭാ തലവൻ ലിയോ 14 മാർപ്പാപ്പയും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുകയായിരുന്നു ഇറാന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പയെ ട്രംപ് നേരത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. മാർപ്പാപ്പ ക്രിമിനലുകളോട് മൃദു സമീപനം കാണിക്കുന്നവനാണെന്നും വിദേശ നയങ്ങളിൽ തികഞ്ഞ പരാജയമാണ് എന്നായിരുന്നു ട്രംപിന്റെ ആക്ഷേപം. ഇതിന് പിന്നാലെ ട്രംപ് തന്നെ സ്വയം ഒരു യേശു ക്രിസ്തുവായി ചിത്രീകരിക്കുന്ന AI ചിത്രം പങ്കുവെച്ച് കത്തോലിക്ക വിശ്വാസികളെ ചൊടിപ്പിച്ചിരുന്നു. വെള്ളയും ചുവപ്പും വസ്ത്രമണിഞ്ഞ് രോഗശാന്തി നൽകുന്ന യേശുവായാണ് ട്രംപ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതോടെ ട്രംപ് ചിത്രം പിന്നീട് പിൻവലിച്ചിരുന്നു. റെഡ് ക്രോസ് ഡോക്ടറാണെന്ന് കരുതിയാണ് ചിത്രം പങ്കുവെച്ചത് എന്നായിരുന്നു ട്രംപിന്റെ വിചിത്രമായ ഒരു വിശദീകരണം വന്നത്.
അമേരിക്കക്കാരനായതുകൊണ്ടാണ് ലിയോ മാർപ്പാപ്പയായത് എന്ന ട്രംപിന്റെ പ്രസ്താവനയും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. മാർപ്പാപ്പ തീവ്ര ലിബറലാണെന്നും കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ വിശ്വസിക്കാത്ത ആളാണെന്നും ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇറാൻ ആണവായുധം കൈവശം വെക്കുന്നതിനെ മാർപ്പാപ്പ അനുകൂലിക്കുന്നുവെന്ന് ട്രംപിന്റെ മറ്റൊരു പ്രധാന ആരോപണമായിരുന്നു. കുറ്റവാളികളെയും മയക്കുമരുന്ന് മാഫിയകളെയും അമേരിക്കയിലേക്ക് അയക്കുന്ന രാജ്യമാണ് വെനസ്വേലയെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. അതേസമയം ട്രംപിന്റെ ഭീഷണികളിൽ തനിക്ക് ഭയമില്ല എന്ന് ലിയോ മാർപ്പാപ്പ തിരിച്ചടിച്ചു. സ്വയം ആരാധിക്കുന്നതും പണത്തോടുള്ള ആർത്തിയും അവസാനിപ്പിക്കൂ. അധികാര പ്രകടനം മതിയാക്കി യുദ്ധം നിർത്തൂ എന്ന് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന പ്രാർത്ഥനയ്ക്കിടെ ലിയോ മാർപ്പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തത്. ഒരു നാഗരികതയെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇറാനിൽ സൈനിക നടപടി സ്വീകരിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ചൊവ്വാഴ്ച രാത്രിയും ട്രംപ് രംഗത്തെത്തിയിരുന്നു. തന്റെ നടപടികളെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് ട്രംപ് ആവർത്തിച്ചത്. അങ്ങനെ മാർപ്പാപ്പയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വാക്പോര് നടക്കുന്നതിനിടെയാണ് ട്രംപിനെ നരകത്തിലെ തീയിലേക്ക് തള്ളുന്ന യേശുക്രിസ്തുവിന്റെ വീഡിയോയുമായിട്ട് ഇറാൻ രംഗത്തേക്ക് വന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് ഈ ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. കടുത്ത ഒരു നീക്കം അത് വൈറ്റ് ഹൗസിലേക്ക് ഡൊണാൾഡ് ട്രംപിന്റെ നെഞ്ചത്തേക്ക് വരുന്നുണ്ടെന്ന് IRGC കുറെ ദിവസങ്ങളായി വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം മറുപടിയായിട്ട് IRGCയെ കൊന്നെറിയും എന്നുള്ള മുന്നറിയിപ്പാണ് വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.